മഹാകുംഭമേളയ്ക്കിടെ സംഗം പ്രദേശത്ത് തിരക്ക് നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. പാർലമെന്റിൽ പ്രശ്നം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ബസന്ത് പഞ്ചമി ദിനത്തിൽ നടക്കുന്ന അടുത്ത അമൃത് സ്നാൻ സമയത്ത് തിരക്കൊഴിവാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചതിനെ തുടർന്ന് മഹാകുംഭമേളയിൽ നിരീക്ഷണം ശക്തമാക്കി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് സജ്ജീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ട്രെയിനുകളിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും ക്രമീകരണങ്ങളെക്കുറിച്ച് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തി. ജുഡീഷ്യൽ അന്വേഷണ സമിതി സംഭവത്തിൽ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കും. 3 അംഗ ജുഡീഷ്യൽ അന്വേഷണ സമിതി പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. പോലീസും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഫെബ്രുവരി 3-ന് ബസന്ത് പഞ്ചമി ദിനത്തിൽ നടക്കുന്ന അടുത്ത അമൃത് സ്നാൻ സമയത്ത് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഉത്സവ സ്ഥലത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 4 വരെ മഹാകുംഭമേഖല മുഴുവൻ വാഹന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. VIP പാസുകളും ചൊവ്വാഴ്ച വരെ റദ്ദാക്കിയിട്ടുണ്ട്. VVIPകളുടെ എസ്കോർട്ട് വാഹന വ്യൂഹത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാകുംഭ് റൂട്ട് ഒരു വഴിയാക്കി മാറ്റി. ഒരു വഴിയിലൂടെ വരുന്ന ഭക്തരെ കുളിച്ച ശേഷം മറ്റൊരു വഴിയിലൂടെ തിരിച്ചയക്കും. ആംബുലൻസുകൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഫയർ വാഹനങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ അകത്ത് കടക്കാനാകൂ. DGPയും ചീഫ് സെക്രട്ടറിയും കുംഭനഗരിയിലെ സജ്ജീകരണങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. കുംഭമേളയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിർദ്ദേശങ്ങൾ, നയങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നിവ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ വിശാൽ തിവാരിയാണ് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ദൗർഭാഗ്യകരമായ സംഭവത്തിന് ഉത്തരവാദി ഉത്തർപ്രദേശ് സർക്കാരാണെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. DGPയും ചീഫ് സെക്രട്ടറിയും കുംഭനഗരിയിലെ സജ്ജീകരണങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്രാവേദിയിൽ PV അൻവർ എത്തി. നിലമ്പൂർ എടക്കരയിലാണ് അൻവർ പങ്കെടുത്തത്. വന്യജീവി പ്രശ്നത്തിന്റെ ഗൌരവവും മനസ്സിലാക്കാത്ത 2 പേർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വനമന്ത്രിയുമാണെന്നാണ് അൻവറിന്റെ വിമർശനം. വരാനിരിക്കുന്ന UDF സർക്കാർ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് PV അൻവർ അഭ്യർത്ഥിച്ചു. നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആരായാലും 30,000 വോട്ടിന് ജയിക്കുമെന്നും വേദിയിൽ അൻവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ്. താങ്കൾ എടുക്കുന്ന പല നിലപാടുകളും ഈ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം UDFന്റെ മുഴുവൻ നേതാക്കളും എടുക്കുകയാണ്. അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് UDF മുന്നോട്ട് വരണം. കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സമാധി സ്ഥലം ഇപ്പോൾ തിരക്കൊഴിഞ്ഞ നിലയിലാണ്. രാവിലെയും വൈകിട്ടും പതിവായി ഇവിടെ പൂജകളും നടക്കുന്നുണ്ട്. വരുമാന മാർഗമായി ഉണ്ടായിരുന്ന 2 പശുക്കളിൽ ഒന്നിനെ വിറ്റ് സമാധി സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. സമാധിക്ക് ശേഷം ആദ്യമായാണ് ഗോപന്റെ ഭാര്യ വിവാദങ്ങളോട് പ്രതികരിക്കുന്നത്. നെയ്യാറ്റിൻകര കാവുവിളാകത്തുള്ള ഗോപൻ സ്വാമിയുടെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരാഴ്ചയായി കേരളം ആകാംക്ഷയോടെ കണ്ട, അല്ലെങ്കിൽ ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഈ സംഭവങ്ങൾക്ക് ഒരാഴ്ച പിന്നിടുമ്പോൾ എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന് ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന തന്നെ നമ്മളോട് പങ്കുവെക്കും. ഇപ്പം ഈ വലിയ തിരക്കായിരുന്നു ഒരാഴ്ച മുമ്പ്. ഇപ്പൊ എങ്ങനെയാണ് സാഹചര്യം ഇവിടെ? സമാധാനം തന്നെ ആണ്. ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ സ്വാമിമാർ കൂടുതലും വരുന്നുണ്ട്. പിന്നെ RS-ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ കൂടുതലും പിന്നെ RS-ആയിട്ടൊക്കെ ഇടപെടാന്നുള്ള ധാരണയിലാണ്. ഇന്നലെയും ഇവിടെ ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ടൊക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം പോലെയോ തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് ഈ വരുന്ന ഞായറാഴ്ചയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി അവർ കൂടും RS-ന്റെ ഭാഗമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇവിടെ 41-ന് ചടങ്ങുണ്ട്. ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ഹിന്ദു ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ശിവലിംഗം ഇത് വെച്ചാണ് 41-ന് ചടങ്ങ്.
അത് അതിന്റെ മുകളിൽ സ്ഥാപിക്കും അല്ലേ? ഓ, സ്ഥാപിക്കും. ഇത് ഇപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ 2 നേരത്തെ പൂജ മുടങ്ങിയിട്ടില്ല. അപ്പൊ 2 നേരം പൂജയുണ്ട്. 2 നേരം ക്ഷേത്രത്തിലായ സമാധിയിലാണ് നടത്തുന്നത്. ാണ് ഋഷിപീഠം എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം. ഇവിടെ രാവിലെയും വൈകിട്ടും പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒരു എയർ ഹോളാണ് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അകത്ത് നിന്ന് വായു പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ തന്നെ ആയിരിക്കാം ഈ ശിവലിംഗം അത് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇതിന് ചുറ്റും ഒരു ധ്യാനിക്കാൻ ഇരിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളുടെ സജ്ജമാക്കിക്കൊണ്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സമാധി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.